എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ അമ്മു ഓസേപ്പച്ചൻ, സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ഇന്ന് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കലോത്സവ വേദിയിൽ നിന്നുള്ള കുറെ അപ്ഡേറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, കുറെ വീഡിയോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ കലോത്സവം തുടങ്ങി കഴിയുമ്പോൾ കലോത്സവത്തിന് വേണ്ടി മാത്രം പഠിപ്പിക്കാനിരിക്കുന്ന കുറെ ഡാൻസ് ടീച്ചേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റ് ഇവന്റ്സിന് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഡാൻസ് ടീച്ചേഴ്സ് കുറച്ച് പേരെങ്കിലും കലോത്സവത്തിന് വേണ്ടി മാത്രമായി പഠിപ്പിക്കാനിരിക്കുന്ന കുറച്ച് ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട്. ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഇവർക്ക് ഒത്തിരിയേറെ കുട്ടികൾ, ശാസ്ത്രീയ നൃത്തത്തിന്റെ കാര്യമാണ് എനിക്ക് അറിയുന്നത്, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആ ഒരു കാര്യം തന്നെയാണ്. ആ ശാസ്ത്രീയ നൃത്തത്തിന്റെ ഗുരുക്കന്മാരെ കുറിച്ചിട്ടാണ്, എല്ലാവരും അല്ല. ഈ കലോത്സവത്തിന് വേണ്ടി മാത്രം ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ചില ഗുരുക്കന്മാരെ കുറിച്ച്, കുറച്ച് ടീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ ഇവര് ഒരറ്റം മുതൽ അങ്ങറ്റം വരെ കുറെ കുട്ടികളെ ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടി മാത്രമായിട്ട് പഠിപ്പിക്കും. അപ്പൊ ഒരു ഡാൻസ് ടീച്ചറിന് തന്നെ കുറെയേറെ കുട്ടികൾ ഉണ്ട് പല ജില്ലകളിലായിട്ട്. ഒരുപക്ഷെ ഒരു ജില്ലയിൽ തന്നെ ഒത്തിരിയേറെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഇവര് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, വളരെ ലിമിറ്റഡ് ടൈം ആണല്ലോ, ഈ 365 ദിവസത്തിലാണല്ലോ ഇത്രയേറെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു വർഷം ഈ 365 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ഈ 365 ദിവസം കൊണ്ട് വേണം ഒത്തിരിയേറെ കുട്ടികളെ പഠിപ്പിച്ചു തീർക്കാനായിട്ട്. അപ്പൊ അത് ഒരു ക്യാപ്സ്യൂള് പോലെ പഠിപ്പിക്കാം എന്നല്ലാണ്ട് എത്ര നാളത്തെ ഒരു റെഗുലർ ക്ലാസ് ഒക്കെ എടുത്ത് ഒരു അടിസ്ഥാനം കൊടുത്ത് അങ്ങനെയൊന്നും പഠിപ്പിക്കില്ല. ഒരു ഇനം മാത്രമായിട്ട് പഠിപ്പിക്കുക, 10 മിനിറ്റ് ഉള്ള ഒരു ഐറ്റം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ഗുരുക്കന്മാർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ തന്നെ കുട്ടികളിൽ ഇവർക്ക് തന്നെ പാർഷ്യാലിറ്റിയാണ്. അതിന് പല കാരണങ്ങളാണ്. ചിലവർ നന്നായിട്ട്, പാരന്റ്സ് നന്നായിട്ട് താണ് തൊഴുത് വിനയപൂർവ്വം സുഖിപ്പിച്ച് നിർത്തും. ബാക്കിയുള്ളവർക്ക് വിനയം ഇല്ലെന്നല്ല, നന്നായിട്ട് ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് നിൽക്കും. ചിലവരെന്താന്ന് വെച്ചാൽ സാറിനെ തലയിലെടുത്തുകൊണ്ട്, അല്ലെ ടീച്ചറിനെ അങ്ങനെ തലയിലെടുത്തുകൊണ്ട് നടക്കും, അത്രയേറെ സ്നേഹമാണ്. ചിലവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത്യാവശ്യം ബിഗ് ഷോട്ടുകളായിരിക്കും. അപ്പൊ സാമ്പത്തികമായിട്ടും ഉണ്ടാവും, അവർക്ക് അത്യാവശ്യം പവറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. സാമ്പത്തികമാണ് പ്രയോറിറ്റി കൊടുക്കുന്ന ഈ വക ഡാൻസ് ടീച്ചേഴ്സ്. അപ്പോ അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ഒരു ഇനത്തിന് തന്നെ പല 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 ഫീ റേഞ്ചുകളാണ്. ചിലവർക്ക് ഫീസ് ഇളവുണ്ട്, ചിലവർക്ക് കുറച്ച് കൂടുതൽ ഫീസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇത് ജില്ലാ തലത്തിൽ പണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ജില്ലയിൽ എന്റെ ഡാൻസ് ടീച്ചർ എന്നെ കോമ്പറ്റീഷന് വേണ്ടി മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് എനിക്കുണ്ടായിരുന്നു. അതിലെ ഒരു ഡാൻസ് ടീച്ചർ സബ് ജില്ലയിൽ പഴയ തൊട്ട് മുൻപത്തെ വർഷം കളിച്ച് ഒരു വർണ്ണമാണ് സബ് ജില്ലയിൽ കളിപ്പിച്ചോളൂ. കാര്യം എന്താ വെച്ചാൽ, ഐറ്റം ഔട്ടായി പോവണ്ട, പുതിയ ഐറ്റം ജില്ലയിലാണ് ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ളത്, അപ്പൊ ജില്ലയിലേക്ക് കളിക്കാം. അപ്പൊ അങ്ങനെ ജില്ലയിലേക്ക് പുതിയൊരു വർണ്ണം പഠിപ്പിച്ചു. ആ വർണ്ണം അവിടെ കളിച്ച് എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അത് കുറേ നല്ല നല്ല ഗുരുക്കന്മാരുടെ കുട്ടികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞാൻ അത് വിൻ ചെയ്തു. അപ്പൊ അത്രയും നല്ലൊരു ഇനമാണ്. എന്റെ ഗുരു നന്നായിട്ട് എന്നെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്യാവശ്യം എന്റെ പാരന്റ്സ് എന്നെ പ്രാക്ടീസും കൂടി ചെയ്യിപ്പിച്ചപ്പോ അത് ജില്ല ഫസ്റ്റ് കിട്ടി. ജില്ല ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് സ്റ്റേറ്റിലേക്ക് കോമ്പറ്റീഷന് പോവാ. സ്റ്റേറ്റിലേക്ക് പോയപ്പോ എന്റെ ഗുരു എന്ത് ചെയ്തു, എന്റെ ഗുരുവിന് കുറച്ച് കൂടുതൽ കാശ് കിട്ടിയ വേറൊരു സ്റ്റുഡന്റ് ഉണ്ട് വേറൊരു ജില്ലയിൽ നിന്ന്. അപ്പൊ സ്റ്റേറ്റിൽ അന്ന് എനിക്കൊക്കെ ലൈവ് ഓർക്കസ്ട്രയാണ് ആ കാലത്ത്. അപ്പോ ജില്ലയിൽ നിന്ന് ഒരു പ്രാക്ടീസും പോലും തരാണ്ട് ഇത്രയും കുട്ടികളെ, ഒരു 10-12 കുട്ടികളെ പരാജയപ്പെടുത്തി വിൻ ചെയ്ത് എനിക്ക് ഒരു പ്രാക്ടീസ് പോലും തരാതെ എന്റെ ഡാൻസ് സാറ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സ്റ്റേറ്റിലേക്ക് പഴയ ഐറ്റം, സബ് ജില്ലയിൽ കളിച്ച പഴയ ഐറ്റം ഒരു പ്രാക്ടീസും പോലും തരാണ്ട് അങ്ങ് കൊണ്ടുപോയി. അത് കൊണ്ടുപോയത് പ്രാക്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, സാറ് ചെയ്ത മറ്റൊരു പ്രവൃത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ലൈവ് ഓർക്കസ്ട്രയല്ലേ, സാറിനൊരു പേടി, സാറിന് തന്നെ വേറൊരു കുട്ടീനെ ഞാൻ പരാജയപ്പെടുത്തിയാലോ, ഒരു കാരണവശാലും സാറിന്റെ രണ്ടാമത്തെ കുട്ടീനെ ഞാൻ പരാജയപ്പെടുത്താൻ പാടില്ല. കാര്യം ഫീസ് ഇരട്ടിയാണ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ സാറ് വിചാരിച്ചു ആ കുട്ടിക്ക് കിട്ടിയാൽ മതി, എനിക്ക് കിട്ടണ്ട സാറിനെ സംബന്ധിച്ച്. അപ്പൊ ലൈവ് ഓർക്കസ്ട്ര അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 മിനിറ്റ് പാടേണ്ടിയിരുന്ന ഐറ്റം വരേണ്ട ടൈം വരേണ്ടടുത്ത് എന്റെ സാറ് കുറച്ച് കൂടുതൽ നീട്ടി മോഹിനിയാട്ടം പോലെ ഒന്നും കൂടി ഒന്ന് ഇരുത്തി പാടി, ആസ്വദിച്ച് പാടി ഒരു 12 മിനിറ്റ് ആക്കി ഇട്ടു. ഒരു കാരണവശാലും റെഡ് ലൈറ്റ് തെളിഞ്ഞ് പിന്നെ ഒരു 2 മിനിറ്റില് ഏറെ നിന്നിട്ടുണ്ടായിട്ട്, അപ്പൊ ഒരു കാരണവശാലും എനിക്ക് പ്രൈസ് കിട്ടില്ല എന്ന് സാർ അങ്ങ് ഉറപ്പിച്ചു. ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു പക്ഷെ ആ ജില്ലയിലെ ഐറ്റം എന്നെ കളിപ്പിച്ചായിരുന്നെങ്കിൽ എനിക്ക് അന്ന് സ്റ്റേറ്റിലെ ഏതെങ്കിലും ഒരു പ്രൈസ് കിട്ടിയേനെ.
എനിക്കും കിട്ടിയില്ല. സാറിന്റെ രണ്ടാമത്തെ സാറ് പ്രതീക്ഷിച്ച ആ കുട്ടി ഇങ്ങനെ കളിച്ചിട്ട് പോലും എന്നെക്കാളും താഴ്ത്തത്തെ റാങ്കിങ്ങിൽ തന്നെയാണ് നിന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുക്കന്മാർ തന്നെ രണ്ട് രീതിയിൽ കുട്ടികളെ, ശിഷ്യഗണങ്ങളെ വേർതിരിക്കുന്നത് ഒരു എന്താ പറയാ, മോശം പ്രവൃത്തി തന്നെയാ. അതിന് എന്ത് വാക്ക് പറയണമെന്ന് എനിക്ക് അറിയില്ല. അത് വളരെ മോശം പ്രവൃത്തിയാ. ഗുരുക്കന്മാർ, ഡാൻസ് ടീച്ചേഴ്സ് എന്താണ്, ഇപ്പൊ കലോത്സവത്തിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഡാൻസേഴ്സ് പഠിപ്പിച്ചോളും. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുമ്പോ നിങ്ങളായിട്ട് എന്തിനാണ് ഈ കുട്ടികളെ വേർതിരിച്ച് കാണുന്നത്? എല്ലാവരും തരുന്നത് കാശ് തന്നെയല്ലേ, എല്ലാവരും ഫീസ് തന്നെയല്ലേ തരുന്നത്. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ്, സാധാരണക്കാരനാണെങ്കിൽ എത്രയോ കഷ്ടപ്പെട്ടിട്ട് അവരാ ആ ഫീസ് ഉണ്ടാക്കി നമുക്ക് തരുന്നത്. അതിൽ എന്തിനാണ് നമ്മൾ സ്റ്റുഡൻസിനെ വേർതിരിച്ച് കാണുന്നത്? അതിന്റെ ആവശ്യമില്ല. അത് എല്ലാ ഡാൻസ് ടീച്ചേഴ്സും അവരവരുടെ കുട്ടികളെ ഒരേപോലെ പഠിപ്പിക്കുക. ഒരേപോലെ പഠിപ്പിച്ചിട്ട് എന്തിനും കഴിവ് കൂടുതൽ കുറവ് എന്നൊക്കെ ഉണ്ട്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരു മിസ് വേൾഡ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ ആവുമ്പോ അതിൽ പല കഴിവുകളുള്ള ആളാ അല്ലെ. മിസ് വേൾഡ് ആവുന്നത് ഒരാളല്ലേ ആകുന്നുള്ളൂ. പക്ഷെ അതിൽ വരുന്ന എല്ലാവരും സുന്ദരികൾ തന്നെയാ. പക്ഷെ പല കാരണങ്ങളും കൊണ്ടും ഒരാളാണ് വിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് പല കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് കോമ്പറ്റീഷന് വരുന്ന കുട്ടികള്, അവർക്ക് പല കഴിവാ. നമ്മളുടെ തന്നെ സ്റ്റുഡൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിൽ കഴിവ് കൂടുതലുള്ള ഒരു മത്സരമല്ലേ, അതുകൊണ്ട് അവർ ഡാൻസർ അല്ലെന്ന് പറയുന്നില്ലല്ലോ. ഒരു മത്സരം വിൻ ചെയ്യാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന, കൂടുതൽ ടാലന്റ് ഉള്ള കുട്ടികള് അതിനു വേണ്ടി പരിശ്രമിച്ച് അവർ കളിച്ചു കഴിയുമ്പോൾ അവർക്ക് ആ വിധികർത്താക്കൾ ഫസ്റ്റ് ഇടട്ടെ, സെക്കൻഡ് ഇടട്ടെ, തേർഡ് ഇടട്ടെ. അതല്ലാണ്ട് പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ കുട്ടികളെ വേർതിരിച്ച് അവർക്ക് ഒരിക്കലും പ്രൈസ് കിട്ടരുത് എന്ന് വിചാരിച്ച് കാണിക്കുന്ന ഈ ഒരു പ്രവണത കുട്ടികളുടെ ഭാവി തന്നെ നശിപ്പിച്ച് കളയുവാണ്. അത് മാത്രമല്ല, അത് പിന്നീട് ആ കുട്ടികൾ പാരന്റ്സിൽ കൂടെ അറിയുമ്പോ ഈ ഗുരു എന്ന സ്ഥാനത്തിന്, അല്ലെ ഡാൻസ് ടീച്ചർ എന്ന സ്ഥാനത്തിന് എത്രയോ മോശമായിട്ടുള്ള ഒരു ഇമേജ് ആണ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുക. എന്തിനാണ് ഇതുപോലെയുള്ള ശാപം കിട്ടുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്തു കൂട്ടുന്നത്? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പറ്റുമായിരിക്കാം. നമ്മളുടെ ഭാഗം അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് തട്ടുമുട്ട ന്യായങ്ങൾ പറഞ്ഞു നിൽക്കാം. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ ഇതിന് എല്ലാത്തിനും ഒരു കണക്കില്ലേ. അതുകൊണ്ട് ഡാൻസ് ടീച്ചേഴ്സ് ആയിട്ട്, കലോത്സവ വേദിയിലെ ടീച്ചേഴ്സ് ആയിട്ട് നിങ്ങളുടെ സ്റ്റുഡൻസിനെ വേർതിരിച്ച് കാണണ്ട. അവർക്ക് കഴിവുള്ളവർ അധ്വാനിച്ച് കളിച്ച് മേടിക്കട്ടെ പ്രൈസ്. അതുപോലെ തന്നെ ഈ വക കാര്യങ്ങളിൽ പിന്നീട് ഈ പാരന്റ്സ് ചെയ്യുന്നത്, എന്റെ കുട്ടിക്ക് കിട്ടില്ല, എന്റെ കുട്ടിക്ക് കിട്ടില്ല, എന്റെ കുട്ടിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാര് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഗുരുക്കന്മാരെ കൊണ്ട്, ഡാൻസ് ടീച്ചേഴ്സിനെ കൊണ്ട് ഇത്രയൊക്കെ ശല്യം ചിലപ്പോൾ ഒരു സ്റ്റുഡന്റിന് ഉണ്ടാവും. അതിന്റെ പിന്നാലെയാണ് ഈ പാരന്റ്സ് എന്ത് ചെയ്യും, എന്റെ കുട്ടിക്ക് അർഹതയുള്ളതാ, എന്റെ കുട്ടിക്ക് അർഹതയുള്ളതാ, ഒരു റിവ്യൂ പോലും നമ്മൾ ചോദിച്ചിട്ടില്ല, നമുക്കൊരു ജെന്യുവൻ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതറിയാണ്ട് തന്നെയും സ്വന്തം കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഉടനെ അഴിമതിയാണ് എന്ന് പറഞ്ഞ് കിട്ടിയില്ല, അർഹതയുള്ളതാ, കിട്ടിയില്ല അത് 10 പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വല്ലാണ്ടങ്ങ് താഴേക്ക് കൊണ്ടുപോവാ. അവരുടെ കഴിവിനെ മാറ്റി വെച്ച് അവര് പറയും ഇനി മുതൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കലയോടുള്ള സ്നേഹം തന്നെ ആ കുട്ടികൾക്ക് ഇല്ലാണ്ടായി പോവും. അതുകൊണ്ട് ഗുരുക്കന്മാർ, ഡാൻസ് ടീച്ചേഴ്സും ശ്രദ്ധിക്കുക, പാരന്റ്സും ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ നശിപ്പിച്ച് കളയുന്ന ഒന്നാകാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.